നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് മൊഡ്യൂൾ 4 ആണ്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് കട്ട് സെറ്റാണ്. ഒരു കട്ട് സെറ്റ് എന്ന് പറയുന്നത് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ജി എ കട്ട് സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് എഡ്ജസ് ഹൂസ് റിമൂവൽ ഫ്രം ജി ലീവ്സ് ജി ഡിസ്കണക്റ്റഡ് പ്രൊവൈഡഡ് റിമൂവൽ ഓഫ് നോ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ദീസ് എഡ്ജസ് ഡിസ്കണക്ട്സ് ജി. അതായത് നമ്മളൊരു കണക്റ്റഡ് ഗ്രാഫ് ജി എടുക്കുക, അതിൻ്റെ ഒരു കട്ട് സെറ്റ് എന്ന് പറയുന്നത് അതായത് കുറച്ച് എഡ്ജുകളുടെ കളക്ഷൻ. പക്ഷേ ആ എഡ്ജുകൾ ആ ഗ്രാഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എന്തായിരിക്കണം? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ആ സെറ്റ് ഓഫ് എഡ്ജസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കട്ട് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം എത്ര എഡ്ജ് ഡിലീറ്റ് ചെയ്താലാണോ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നത് അത്രയും എഡ്ജസ് എന്തിൽ വേണം? കട്ട് സെറ്റിൽ വേണം. അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് എടുത്താലും ഗ്രാഫ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്താവരുത്? ഡിസ്കണക്റ്റ് ആവരുത്. അതായത് ഇപ്പോൾ ഒരു ഗ്രാഫ് നമ്മളൊരു 3 എഡ്ജ് ഡിലീറ്റ് ചെയ്താലേ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കണം അതിൻ്റെ മിനിമം എന്ന് പറയുന്നത്. അതിലെ 2 എഡ്ജസ് മാത്രം റിമൂവ് ചെയ്ത ഗ്രാഫ് എന്താവരുത്? ഡിസ്കണക്റ്റ് ആവരുത്. അത്രയും 3 എണ്ണം ഉണ്ടെങ്കിലേ ഗ്രാഫ് എന്താവാൻ പാടൂ? ഡിസ്കണക്റ്റ് ആവാൻ പാടൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി. ഇവിടെ ഈ ഗ്രാഫിൽ നമ്മൾ എ എന്ന് പറയുന്ന എഡ്ജ്, സി എന്ന് പറയുന്ന എഡ്ജ്, അത് രണ്ടും ഡിലീറ്റ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഡി എന്ന് പറയുന്ന എഡ്ജ് എടുക്കുക, എഫ് എന്ന് പറയുന്ന എഡ്ജ് എടുക്കുക. ആ 4 എണ്ണം ഡിലീറ്റ് ചെയ്ത ഗ്രാഫ് എന്താവും? 2 പാർട്ടാവും. എന്ന് വെച്ചാൽ ഗ്രാഫ് എന്താവുന്നുണ്ട്? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവുന്നുണ്ട്. സോ എ സി ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കട്ട് സെറ്റാണ്. അതേപോലെ എ ബി ജി നോക്കി, എ ബി ജി, കാരണം ആ 3 എണ്ണം ഡിലീറ്റ് ചെയ്താൽ എന്താവുന്നുണ്ട്? ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. പകരം ഇപ്പോൾ എ സി ഡി എഫിലെ എ സി മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് എ സി ഡി എഫ് എന്ന് പറയുന്ന കട്ട് സെറ്റിൻ്റെ ഏതൊരു പ്രോപ്പർ സബ്സെറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്രയും എഡ്ജസ് ഡിലീറ്റ് ചെയ്ത് എന്താവില്ല? ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവില്ല. സോ കട്ട് സെറ്റ് എന്ന് പറയുന്നത് എത്ര എഡ്ജസ് വേണം, അതായത് ആ കട്ട് സെറ്റിലുള്ള എഡ്ജസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. കട്ട് സെറ്റ് കുറേ എണ്ണം ഉണ്ടാവും കേട്ടോ, യൂണീക്ക് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടോ, എ സി ഡി എഫ് ഇതിൻ്റെ കട്ട് സെറ്റാണ്, എ ബി ജി കട്ട് സെറ്റാണ്, ഒക്കെ കട്ട് സെറ്റാണ്. നെക്സ്റ്റ് കട്ട് സെറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതൊന്നും ആവശ്യമില്ല, എക്സാമ്പിളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് കട്ട് സെറ്റിൻ്റെ ഡെഫിനേഷൻ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ നമുക്ക്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കട്ട് സെറ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവരി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ജി മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഓഫ് എവരി സ്പാനിങ് ട്രീ ഓഫ് ജി. അതായത് ഏതൊരു കണക്റ്റഡ് ഗ്രാഫ് ജിയിലെ കട്ട് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ അറ്റ്ലീസ്റ്റ് എല്ലാ സ്പാനിങ് ട്രീയിലെയും അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് നോക്കിക്കേ. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യുകയാണ്. എന്താ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്? അത് അസൈക്ലിക് ആയിരിക്കും. പിന്നെന്തായിരിക്കും? സൈക്കിൾ ഉണ്ടാവുമോ സ്പാനിങ് ട്രീയിൽ? ഇല്ലല്ലോ. പിന്നെ എന്തായിരിക്കും? ഓൾറെഡി ഒരു ട്രീ ആയിരിക്കും. ട്രീ എന്ന് പറഞ്ഞാൽ സർക്യൂട്ട്ലെസ് ആയിരിക്കും, കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. എല്ലാ വേർട്ടെക്സുകളും വരുന്ന ടീയുടെ ഒരു സബ്സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പാനിങ് ട്രീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫ് ജിയുടെ സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്തു. അതിലൊരു കട്ട് സെറ്റായിട്ട് നമ്മൾ എന്തെടുത്തു? എസ് എടുത്തു. അതായത് എസ്സിലെ എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഇനി നമ്മളിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എടുക്കേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എസ്സിൽ, അതായത് നമ്മളെടുത്ത കട്ട് സെറ്റിൽ ആ സ്പാനിങ് ട്രീയുടെ അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ടാവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളത് ഇല്ലയെന്ന് എടുക്കുക. എന്ന് വെച്ചാൽ എസ്സും ടിയിലല്ലേ ബ്രാഞ്ചസ് ഉള്ളത്? സ്പാനിങ് ട്രീയുടെ എഡ്ജസിനല്ലേ നമ്മൾ ബ്രാഞ്ചസ് എന്ന് വിളിക്കുന്നത്. സോ ടിയിലും എസ്സിലും എന്തില്ലാന്ന് എടുക്കുക? കോമൺ ആയിട്ട് ഒരു എഡ്ജും ഇല്ലയെന്ന് എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമോ? ആവില്ലല്ലോ. കാരണം എന്താ? ജി എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ എസ് അതിൻ്റെ കട്ട് സെറ്റാണ്. അപ്പോൾ ആക്ച്വലി ഡെഫിനിഷൻ പ്രകാരം എസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. പക്ഷേ നമ്മുടെ സ്പാനിങ് ട്രീ എന്ന് പറയുന്നതിൽ എന്തുണ്ടാവും? എല്ലാ വേർട്ടെക്സുകളും, അതായത് ആ ജിയിലുള്ള എല്ലാ വേർട്ടെക്സുകളും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ട്രീയാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്സും ടിയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ആ ഗ്രാഫ് എക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്താവില്ല? ഡിസ്കണക്റ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ കോൺട്രാഡിക്ഷൻ കിട്ടിയില്ലേ? എന്തുണ്ടാവും? കോമൺ ആയിട്ട് എസ്സും ടിയും തമ്മിൽ എന്തുണ്ടാവും? അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഞാൻ ഇനി നോക്കി കോൺവേഴ്സ് ഓഫ് തിയറം 1, അതായത് നേരെ തിരിച്ച്. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് നമ്മളെടുത്തത് സ്പാനിങ് ട്രീ
എല്ലാ സ്പാനിങ് ട്രീയിലും അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. ഇനി പ്രൂവ് ചെയ്യുന്നത് നോക്കി, ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ജി എനി മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഓഫ് ജി ഈസ് എ കട്ട് സെറ്റ്. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ സ്പാനിങ് ട്രീയുടെയും അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് കട്ട് സെറ്റ് ആയിരിക്കും. അതായത് ഒരു സെറ്റ് ഓഫ് എഡ്ജസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്പാനിങ് ട്രീയുടെ അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, കട്ട് സെറ്റ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫാണ് ഈ പറയുന്നത്. ഇൻ എ ഗിവൺ കണക്റ്റഡ് ഗ്രാഫ് ജി ലെറ്റ് ക്യൂ ബി എ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഓഫ് ജി. നമ്മുടെ അസംഷനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു എഡ്ജസിൻ്റെ കളക്ഷനുള്ള ഒരു സെറ്റ് എടുത്തു, അതിൽ സ്പാനിങ് ട്രീയുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് പിടിച്ചു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ക്യൂ എന്ന് പറയുന്നത് കട്ട് സെറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജി മൈനസ് ക്യൂ ആണ്. അതായത് ജിയിൽ നിന്ന് ആ ക്യൂ എന്ന് പറയുന്ന സെറ്റ് ഓഫ് എഡ്ജസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാം. സിൻസ് ദ സബ്ഗ്രാഫ് ജി മൈനസ് ക്യൂ കണ്ടെയ്ൻസ് നോ സ്പാനിങ് ട്രീ ഓഫ് ജി മൈനസ് ക്യൂ ഈസ് ഡിസ്കണക്റ്റഡ്. ക്യൂ എന്ന് പറയുന്ന സെറ്റ് ഓഫ് എഡ്ജസ് അല്ലേ, അത് നമ്മൾ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജി മൈനസ് ക്യൂവിൽ എന്തെന്ന് പറയുന്നത് എന്തുണ്ടാവില്ല, സ്പാനിങ് ട്രീ ഉണ്ടാവില്ല, കാരണം റിമൂവ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ ജി മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്ത് ഗ്രാഫായിരിക്കും, ഡിസ്കണക്റ്റഡ് ഗ്രാഫായിരിക്കും. Also, since Q is a minimal set of edges with this property, any edge E from Q returned to G minus Q will create at least 1 spanning tree. അതായത് Q ഗ്രാഫിൽ നിന്ന് കളഞ്ഞാൽ എന്തില്ല, അതിൽ സ്പാനിങ് ട്രീ ഇല്ല. അപ്പോൾ നേരെ തിരിച്ച് ഈ ക്യൂവിലെ ഒരു എഡ്ജ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഫോം ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു സ്പാനിങ് ട്രീ എങ്കിലും ഫോം ചെയ്യും. അപ്പോൾ അതിലെത്ര, അപ്പോൾ നമുക്ക് കിട്ടും, അതായത് ജി മൈനസ് ക്യൂ പ്ലസ് ഇ ഒരെണ്ണം കൂടി എൻഡ് ചെയ്താൽ ഒരു സ്പാനിങ് ട്രീ ക്രിയേറ്റ് ആവും. അപ്പോൾ അതെന്ത് ഗ്രാഫായിരിക്കും, ഓൾറെഡി ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് ജി മൈനസ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഡ്ജും കൂടി റിമൂവ് ചെയ്താൽ എന്തായിരിക്കും, കണക്റ്റഡ് ഗ്രാഫായിരിക്കും. സോ ക്യൂ എന്ന് പറയുന്നതാണ് അതിൻ്റെ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കും, ഡിസ്കണക്റ്റഡ് ആയിരിക്കും. സോ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കട്ട് സെറ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രൂഫ് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് വരച്ച് നോക്കാം കേട്ടോ, അപ്പോൾ ക്ലിയർ ആയിരിക്കും. ഇനി തിയറം നമ്പർ 3 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എവറി സർക്യൂട്ട് ഹാസ് ആൻ ഈവൺ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ കോമൺ വിത്ത് എനി കട്ട് സെറ്റ്. അതായത് ഏതൊരു സർക്യൂട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് ആ ഗ്രാഫിൻ്റെ ഏതൊരു കട്ട് സെറ്റുമായിട്ടും ഈവൺ നമ്പർ ഓഫ് എഡ്ജസ്, അതായത് കോമൺ ആയിട്ട് ഈവൺ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുകയെന്ന് വെച്ചാൽ സർക്യൂട്ടിൽ ഇപ്പോൾ 2 എഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ട് സെറ്റിലും ആ 2 എഡ്ജസ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഈവൺ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും ഷെയർഡ് ആയിട്ട് വരിക എന്നാണ് പറയുന്നത്. കൺസിഡർ എ കട്ട് സെറ്റ് എസ് ഇൻ എ ഗ്രാഫ് ജി. നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു കട്ട് സെറ്റ് ഇവിടെ ഈ ഗ്രാഫ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എസ് എന്ന് പറയുന്ന ഗ്രാഫ് ഇപ്പോൾ 2 കമ്പോണൻറ്റ്, അതായത് എസ് റിമൂവ് ചെയ്ത് എസ്സിലെ ഈ 4 എഡ്ജ് കണ്ടോ, ഈ 4 എഡ്ജ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കും, 2 കമ്പോണൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിരിക്കും. നമ്മളിത് ഗ്രാഫിക്കൽ റൊട്ടേഷനിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ എസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിരിക്കും. ലെറ്റ് ദ റിമൂവൽ ഓഫ് എസ് പാർട്ടീഷൻ ദ വെർട്ടീസസ് ജി ഇൻറ്റു 2 കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് കമ്പോണൻറ്റ്, ഇത് രണ്ടാമത്തെ കമ്പോണൻറ്റ്. V1 എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റിലുള്ള വേർട്ടെക്സുകളുടെ സെറ്റ്, V2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കമ്പോണൻറ്റിലുള്ള വേർട്ടെക്സുകളുടെ സെറ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കൺസിഡർ എ സർക്യൂട്ട് ഗാമ ഇൻ ജി. നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ് ഗാമ എന്ന് പറയുന്നത് ജിയിലെ ഒരു ഇതായിട്ട്. ഇഫ് ഓൾ ദ വേർട്ടീസസ് ഇൻ ഗാമ ആർ എൻറ്റർലി വിത്ത് വേർട്ടെക്സ് അറ്റ് V1, ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ കോമൺ ടു എസ് ആൻഡ് ഗാമ ഈസ് 0. ദാറ്റ് ഈസ് n ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ഗാമ ഈസ് 0. അതെങ്ങനെയെന്ന് മനസ്സിലായോ? ഇപ്പോൾ ആ സർക്യൂട്ടിൽ കുറച്ച് എന്തുണ്ടാവും, വേർട്ടെക്സുകൾ ഉണ്ടാവും. ആ വേർട്ടെക്സുകൾ മൊത്തം V1 ഒന്നെങ്കിൽ V1 കണ്ടെയ്ൻ ചെയ്യുക, അല്ലെങ്കിൽ V2. V1 ഇരിക്കട്ടെ, V1 മൊത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ V1 ഈ എസ്സും, അതായത് എസ് കിടക്കുന്നത് പുറത്തല്ലേ, ഇതിനെ കണക്ട് ചെയ്യുന്ന എഡ്ജസ് അല്ലേ, അപ്പോൾ അതും തമ്മിലുള്ള, അതായത് എസ്സിനും, അതായത് ഈ ഗാമ എന്ന് പറയുന്നത് സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിലുള്ള വേർട്ടെക്സുകൾ മൊത്തം ഇപ്പോൾ ഈ ഫസ്റ്റ് V1 എന്ന് പറയുന്ന ഈ ഇതിൽ വരികയാണെന്ന് ഇരിക്കട്ടെ, ഈ എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വേർട്ടെക്സുകളെ കണക്ട് ചെയ്യുന്നതാണ്. സോ ഈ എസ്സിനും ഗാമയ്ക്കും, അതായത് V1 എന്ന് പറയുന്ന വേർട്ടെക്സ് സെറ്റിൻ്റെ ഇത് ഫസ്റ്റ് കമ്പോണൻറ്റിലുള്ള ഈ സർക്യൂട്ടും തമ്മിൽ കോമൺ ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഒന്നുകിൽ V2 മൊത്തം എഡ്ജസ് കണ്ടെയ്ൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ഈ എസ്സും ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ V1 മാത്രമാണെങ്കിൽ 0 ആയിരിക്കും.
if on other the hand some of the vertices gamma are in V1 and some in V2, കുറച്ച് സർക്യൂട്ടിലുള്ള കുറച്ചെണ്ണം V1ലും കുറച്ചെണ്ണം V2ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ we traverse back and forth between the sets V1 and V2 as we traverse the circuit. Because the closed nature of circuit, the number of edges we traverse between V1 and V2 must be even, and since every edges as one end in V1 and the other in A2 and no other edge has its property. Okay, ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് എടുത്തു. ആ സർക്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വേർട്ടെക്സ്, സർക്യൂട്ടിലുള്ള വേർട്ടെക്സുകൾ V1ൻ്റെ അകത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ എസ്സുമായിട്ട് വരുന്ന കോമൺ എഡ്ജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി അല്ല, ആ സർക്യൂട്ടിൻ്റെ വേർട്ടെക്സുകൾ ഒരു എഡ്ജ് V1ലും ഒരു എഡ്ജ് V2ലും ആണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടല്ലേ, സോ V1ൽ നിന്ന് ഒരു എഡ്ജ് പോയിട്ടുണ്ടെങ്കിൽ അത് V2 എന്ന് പറയുന്ന ആ സെക്ഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടും വരണം, കാരണം സർക്യൂട്ടാണ്, ക്ലോസ്ഡ് ആണ്. സോ അങ്ങോട്ട് എത്തിയ എഡ്ജസ് എങ്ങോട്ട് ചെയ്യും? ഇങ്ങോട്ടും പോരും. സോ ഒരെണ്ണം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം റിട്ടേൺ വരും. സോ 2 ഇൻറ്റു സംതിങ്, അതായത് ഈവൺ അങ്ങോട്ട് പോയതൊക്കെ ഇങ്ങോട്ടും വരണം. സോ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും വരിക എന്ന് പറയുന്നത്. സോ അതുമായിട്ട് കോമൺ ആവുന്നത് ഈവൺ നമ്പർ ഓഫ് വേർട്ടെക്സുകൾ എഡ്ജസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ്. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. Let T be a spanning tree of a connected graph G, a cut set S of G containing exactly one branch of അത് നമ്മൾ അറ്റ്ലീസ്റ്റ് 1 ബ്രാഞ്ച് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ എക്സാക്ട്ലി ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ ആ കട്ട് സെറ്റിൽ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് വിളിക്കും. പിന്നെ അടുത്തൊരു തിയറം പറയുന്നത് തിയറം നമ്പർ 4 ആണ്. The ring sum of any two cut set in a graph is either a third cut set or an edge disjoint union of cut set. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ റിംഗ് സം എന്ന് പറയുന്നുണ്ട് നോക്കി. ഇതിൽ റിംഗ് സം എന്താന്ന് പറയുന്നില്ലേ? റിംഗ് എന്താന്ന് പറയുന്നില്ലല്ലോ, ഒരു മിനിറ്റ്, അവിടെ തീരാൻ തുടങ്ങാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കട്ട് സെറ്റുകളുടെ റിംഗ് സം എന്ന് പറയുന്നത് ഒന്നുകിൽ വേറൊരു തേർഡ് കട്ട് സെറ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് സെറ്റുകളുടെ എഡ്ജുകൾ സെയിം ആയിട്ട് വരാത്ത കട്ട് സെറ്റ് യൂണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ തേർഡ് കട്ട് സെറ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എഡ്ജ് ഡിസ്ജോയിൻ യൂണിയൻ ഓഫ് കട്ട് സെറ്റുകളായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് S1 S2 എന്ന് പറയുന്ന 2 കട്ട് സെറ്റ് എടുക്കുകയാണ്. ഒരു ഗ്രാഫിൽ 2 കട്ട് സെറ്റായിട്ട് S1 S2 എടുക്കുകയാണ്. V1 V2 എന്ന് പറയുന്നത് വേർട്ടെക്സ് സെറ്റ് Vനെ പാർട്ടീഷൻ ചെയ്യുന്നതാണ്. Let V1 and V2 be the partition of the vertex set V of G corresponding to S1. അതായത് S1 എന്ന് പറയുന്ന കട്ട് സെറ്റിൻ്റെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റാണ് V1 V2 എന്ന് പറയുന്നത്. അങ്ങനെ S2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് V3 V4 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇത് ഫസ്റ്റ് പിക്ചർ കണ്ടോ? ഈ നടുക്ക് കിടക്കുന്നതാണ് കട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഈ 4 എഡ്ജസ്, അതായത് ഈ ക്രോസിൽ വന്ന എഡ്ജും ഈ മേലെ 2 പാരലൽ എഡ്ജസ് പോലെ വരുന്നില്ലേ, അതാണ് കട്ട് സെറ്റിലെ എഡ്ജസ് എന്ന് പറയുന്നത്. V1 എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റിലെ, അതായത് കട്ട് സെറ്റ് ഈ 4 എഡ്ജ് റിമൂവ് ചെയ്ത ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. സോ അതിൽ ഫസ്റ്റ് വേർട്ടെക്സ് സെറ്റാണ് V1 എന്ന് പറയുന്നത്, രണ്ടാമത്തെ വേർട്ടെക്സ് സെറ്റ് V2 ആയിട്ട് എടുത്തു. ഇനി ഇത് S1ൻ്റെ കേസിൽ. ഇനി S2 എന്ന് പറയുന്ന കട്ട് സെറ്റാണ് സെക്കൻഡ് പിക്ചറിൽ പാർട്ട് ബിയിൽ കാണിച്ചത്. അതിലെ 2 കമ്പോണൻ്റ് ആയിട്ടാണ് V3 V4. ഈ കമ്പോണൻ്റ് അല്ല, V3 എന്ന് പറയുന്നത് S2 എന്ന് പറയുന്ന കട്ട് സെറ്റ് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് കമ്പോണൻറ്റിലെ വേർട്ടെക്സുകളുടെ കളക്ഷനും സെക്കൻഡ് കമ്പോണൻറ്റിലെ വേർട്ടെക്സിൻ്റെ കളക്ഷൻ നമ്മൾ V4 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, V1 യൂണിയൻ V2 എന്തായിരിക്കും? ടോട്ടൽ എന്ത് വരും? V വരും. അതേപോലെ തന്നെ V3 യൂണിയൻ V4 എന്ത് വരും? ടോട്ടൽ വേർട്ടെക്സ് സെറ്റ് വരും. കാരണം ഒരേ ഗ്രാഫിൻ്റെ 2 കട്ട് സെറ്റുകളാണ് ഈ കാണിക്കുന്നത്. V1 ഇൻ്റർസെക്ഷൻ V2 എന്തായിരിക്കും? കോമൺ ആയിട്ട് ഉണ്ടാവില്ലല്ലോ. കോമൺ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ S1 എങ്ങനെ കട്ട് സെറ്റ് ആവുക? V3 ഇൻ്റർസെക്ഷൻ V4 എന്തായിരിക്കും? 5 ആയിരിക്കും. Now let the subset V1 intersection V4 union V2 intersection V3 be called V5. ഇനി നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ, അതായത് V1 ഇൻ്റർസെക്ഷൻ V4നെയും V1 ഇൻ്റർസെക്ഷൻ V4ഉം V2 ഇൻ്റർസെക്ഷൻ V3, നേരെ നോക്കിക്കുകയാണെങ്കിൽ V2 ഇൻ്റർസെക്ഷൻ V3നെ നമ്മൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ, അതിൻ്റെ 2ൻ്റെ ഇൻ്റർസെക്ഷൻ്റെ യൂണിയൻ, അതിനെ നമ്മൾ എന്തായിട്ട് വിളിച്ചു? V5 ആയിട്ട് വിളിച്ചു. ആൻഡ് ദിസ് ബൈ ഡെഫിനിഷൻ ഈസ് ദി സെയിം ആസ് ദ റിംഗ് സം V1 റിംഗ് സം V3. Similarly, let the subset V1 intersection V3 union V2 intersection V4 be called V6, which is same as
V2 റിംഗ് സം V3. അതിവിടെ നോക്കിക്ക് എന്താ റിംഗ് സമ്മിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നുണ്ടാവും. റിംഗ് സം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്ലാസ്സിലെടുക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് എഴുതിയിട്ട് വാ, നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങുമ്പോൾ അത് പറയാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള എക്സാമ്പിൾസ് ഒന്ന് ചെയ്യണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ കണ്ടോ, ഈ എക്സാമ്പിൾസ് കണ്ടോ, ഈ എക്സാമ്പിൾസ് അവിടെ നിൽക്കട്ടെ. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം, നിങ്ങൾ എന്തായാലും ഒന്ന് എഴുതിയിട്ട് വാ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ആൻഡ് കട്ട് സെറ്റിൽ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള തിയറം അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. തിയർ നമ്പർ 5 കേട്ടോ, ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. തിയർ നമ്പർ 6ഉം വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, നോക്കി വെച്ച് വരിക. അതൊന്ന് എഴുതിയിട്ട് വാ കേട്ടോ, അതൊക്കെ നമുക്ക് ക്ലാസ്സിലൊന്ന് പറയാം. അത്രയും സെക്ഷനൊന്ന് എഴുതിയിട്ട് വാ. പിന്നെ നമുക്ക് എഡ്ജ് കണക്ടിവിറ്റി നോക്കാം. എഡ്ജ് കാരണം ഓൺലൈനിൽ പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല, എനിക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരണത് ശരിക്കും. എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് കട്ട് സെറ്റ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് G കൺസിസ്റ്റ് ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് എഡ്ജസ്. ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ സ്മോളസ്റ്റ് കട്ട് സെറ്റ്, അതായത് ഏറ്റവും ചെറിയ കട്ട് സെറ്റിലുള്ള നമ്പർ ഓഫ് എഡ്ജസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഡ്ജ് കണക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ കട്ട് സെറ്റ് എന്ന് പറയുന്നത് എഡ്ജ് കണക്ടിവിറ്റി. ഇപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ കണ്ടോ, കെ റിമൂവ് ചെയ്താൽ കഴിഞ്ഞാൽ ഗ്രാഫ് എന്താവുന്നുണ്ട്, ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ കെ ഒരു കട്ട് സെറ്റാണ്, സെറ്റ് കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് എഡ്ജ് കണക്ടിവിറ്റി 1 ആയിരിക്കും. ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ തന്നെ എന്താവുന്നുണ്ട്, ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും വേർട്ടെക്സ് കണക്ടിവിറ്റി. വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് എത്ര വേർട്ടെക്സ് വേണം ഗ്രാഫ് എന്താവണം, ഡിസ്കണക്റ്റ് ആവാൻ. എഡ്ജ് കണക്ടിവിറ്റിയുടെ നേരെ വേർട്ടെക്സ് എത്ര റിമൂവ് ചെയ്താലാണ്, മിനിമം നമ്പർ ഓഫ് വേർട്ടെക്സ് റിമൂവ് ചെയ്താലാണ് ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുക. അത്രയും നമ്പറിനെയാണ് എന്ന് വിളിക്കുന്നത് വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്പറബിൾ ഗ്രാഫാണ് പറയുന്നത്. ഒരു ഗ്രാഫ് സെപ്പറബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേർട്ടെക്സ് കണക്ടിവിറ്റി, അതായത് ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ തന്നെ ഗ്രാഫ് എന്തായിരിക്കണം, ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. ഇപ്പോൾ അവിടെ കിടക്കണ്ടോ V4 എന്ന് പറയുന്ന വേർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്താണ്, അതൊരു V4 കട്ട് വേർട്ടെക്സ് ആണ്. റിമൂവ് ചെയ്ത ഗ്രാഫ് എന്താണ്, ഡിസ്കണക്റ്റഡ് ആണ്. പിന്നെ തിയറം നമ്പർ 7 എന്ന് പറയുന്നത് A vertex B in a connected graph G is a അടുത്ത തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർട്ടെക്സ് ബി ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് G is a cut vertex if and only if there exist two vertices X and Y in G such that every path between X and Y passes through V എന്ന് പറയുന്നതാണ്. അത് ജസ്റ്റ് തിയറം എഴുതിയിട്ട് കേട്ടോ, നമുക്ക് അതിൻ്റെ പ്രൂഫ് ഗ്രാഫ് ക്ലാസ്സിൽ പറയാം, അത് നല്ലത്. തിയറം ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയതായിട്ട് മനസ്സിലാവില്ല. ഇനി ആപ്ലിക്കേഷനൊന്നും എഴുതണ്ട, പഠിക്കും വേണ്ട. പിന്നെ ഈ തിയറം 8ഉം തിയറം 9ഉം എഴുതാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസ് പറഞ്ഞുതരാം കേട്ടോ. ദ എഡ്ജ് ഇത് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ദ എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ ഗ്രാഫ് G കനോട്ട് എക്സീഡ് ദ ഡിഗ്രി ഓഫ് ദ വേർട്ടെക്സ് വിത്ത് ദ സ്മോളസ്റ്റ് ഡിഗ്രി ഇൻ G ചോദിക്കാറുണ്ട്. അതേപോലെ തിയർ നമ്പർ 9ഉം 3 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദ വേർട്ടെക്സ് കണക്ടിവിറ്റി, അതായത് വേർട്ടെക്സ് കണക്ടിവിറ്റി ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, എഡ്ജ് കണക്ടിവിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇനി കൊറോളറി പാർട്ട് തൊട്ടിട്ട് അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ. ഓക്കെ.